ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാവോ? എനിക്കും അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി വിളിച്ച് മമ്മി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്ന് ഇങ്ങനൊരു വിശേഷം ഉണ്ടത്. വേറെ ഒന്നുമല്ല, ഇന്ന് പിള്ളാരോണമാണ് കേട്ടോ. അപ്പോ മമ്മി വിളിച്ചു പറഞ്ഞു, ഒന്നുമില്ലാലും കൊച്ചുങ്ങൾക്ക് ഇച്ചിരി പരിപ്പ് നെയ്യും പപ്പടവും ഒക്കെ കൂട്ടിച്ചിരി ചോറ് കൊടുക്കണേടി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തരുന്ന ഒരു ചെറിയ സദ്യ, ഒത്തിരിയും കൂട്ടാനൊക്കെ വെച്ചുള്ള ഒരു സദ്യ തന്നെ അങ്ങ് കൊടുക്കാന്ന് വെച്ചു. സദ്യ എന്നൊന്നും പറയാൻ പറ്റുമോന്നറിയില്ല, എന്നാലും അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഊണുണ്ടാക്കി. അപ്പൊ ദേരും ഇലയൊക്കെ ഇട്ട് പിള്ളാരോണം ഉണ്ണാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇലയൊക്കെ എനിക്ക് കിട്ടി. അപ്പൊ ഇനി അവർക്ക് ഞാൻ ഊണ് കൊടുക്കാൻ പോവാണ്. അപ്പൊ എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കിയെന്ന് കാണട്ടെ. വലിയായിട്ടൊന്നും ഇല്ല കേട്ടോ, എന്നാലും നമുക്കതൊന്ന് കാണാമേ. അപ്പൊ ദേ നമ്മുടെ ചെറിയ സദ്യ ഇതാണ് കേട്ടോ. ദേ കടല കൊണ്ടുള്ള ഒരു കൂട്ട്, അവിയല്, മെഴുക്ക് പുരട്ടി, തോരൻ. ഇത് വേറെ ഒന്നുമല്ല കേട്ടോ, സോയാബീനാണേ. ഇനി എന്തേ നമുക്ക് അതിലേക്ക് കുറച്ച് പരിപ്പ് കറി ഒഴിക്കാം. അതിന് മുകളിലേക്ക് ദേ കുറച്ച് നെയ്യ് ഒഴിക്കാം. എന്തായാലും ഓണത്തിന്റെ സദ്യ. അപ്പൊ ദേ 2 ഉപ്പേരിയുടെ വെക്കാമേ. ഇനി പരിപ്പും നെയ്യും ഒക്കെ ഒഴിച്ച സ്ഥിതിക്ക് മെയിൻ സാധനം പപ്പടം. കഴിക്കാൻ പോവാണേ. ഇപ്പൊ നമുക്ക് സദ്യക്ക് മെയിൻ ആയിട്ടുള്ള വേറൊരു സാധനം ഉണ്ട് കേട്ടോ, പായസമേ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ സാധനം സേമിയ തന്നെയാണല്ലോ. അപ്പൊ അതേ ഞാൻ കുറച്ച് സേമിയ പായസം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവർ കഴിച്ചോളൂ. അപ്പൊ എല്ലാം നമ്മുടെ കുഞ്ഞു മക്കൾക്കും ഹാപ്പി പിള്ളേരോണം. അപ്പൊ ശരി, ഞങ്ങൾ കഴിക്കാൻ പോവാണേ. അങ്ങനെ കുഞ്ഞുമണീസ് 2 പേരും ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് ദേ പായസം കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ദേ നമ്മുടെ പിള്ളേരോണം അങ്ങനെ കഴിഞ്ഞു. ഇനി 28 ദിവസം കഴിഞ്ഞ് തിരുവോണം വരും. അപ്പൊ അതിന്റെ സദ്യയൊക്കെ നമുക്ക് അന്നേരം കഴിക്കാമേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാവുന്നതായിരിക്കും. ബൈ.